ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം LDFന് ആത്മവിശ്വാസം കൂട്ടി. ഇരിങ്ങാലക്കുട നഗരസഭാ ഭരണം 25 വർഷത്തിന് ശേഷവും UDF കൈകളിൽ സുഭദ്രം. ചാലക്കുടി നഗരസഭയിൽ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ചകൾ സജീവം. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ കുടുംബം സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു. കാഞ്ഞാണിയിൽ കാർ കുറുകെ നിർത്തിയത് ചോദ്യം ചെയ്ത യുവാവിനെതിരെ തോക്ക് ചൂണ്ടി വധഭീഷണി മുഴക്കിയ പ്രതി അറസ്റ്റിൽ. കാറളത്ത് തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. തൃപ്രയാർ ഏകാദശി ഭക്തി സാന്ദ്രം. കാഴ്ചശീവേലിയിൽ 21 ഗജവീരന്മാർ അണിനിരന്നു. സ്വപ്നം സാക്ഷാത്കരിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായി കേരള വിഷൻ മാറിയെന്ന് രാജീവ്. വാർത്തകളിലേക്ക് വിശദമായി. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം LDFന് ആത്മവിശ്വാസം പകരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് ആത്മപരിശോധനയ്ക്കുള്ള അവസരമായി മാറുകയാണ്. 22 നിന്നും 25 സീറ്റിലേക്ക് ഉയർന്ന ഭരണം നിലനിർത്തിയ LDF അവനാഴിയിലെ മുഴുവൻ അസ്ത്രങ്ങളും പ്രയോഗിച്ചാണ് വിജയം ഉറപ്പിച്ചത്. BJP ആകട്ടെ ഭരണം പിടിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിൽ തട്ടി കാലിടറി വീഴുകയും ചെയ്തു. 4.5 പതിറ്റാണ്ടുകാലത്തെ തുടർഭരണം നൽകിയ അലസത ഒരു ഘട്ടത്തിൽ LDFന് ഭരണം നഷ്ടമാക്കുമെന്ന സ്ഥിതി സൃഷ്ടിച്ചിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ ആരോപണ ശരങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും ഇടതുപക്ഷം വിയർത്തു. നേട്ടങ്ങൾ വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കോട്ടങ്ങൾ പരിഹരിക്കാനും പലപ്പോഴും ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ ഉറച്ച സീറ്റുകൾ നഷ്ടപ്പെടുത്തി. എങ്കിൽ പോലും ടീം LDFന്റെ ചിട്ടയായുള്ള പ്രവർത്തനം കൊടുങ്ങല്ലൂരിൽ ഫലം കണ്ടു. അതേസമയം കഴിഞ്ഞ കാലങ്ങളിലെ സീറ്റ് വർധന സ്വാഭാവികമായും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ടുപോയ BJPക്ക് LDFന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ കാലിടറി. കണക്കൻ കടവിലെയും VP തുരുത്തിലെയും വിജയമാണ് പാർട്ടിക്ക് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത്. 2ഇടങ്ങളിലും CPIയിൽ നിന്നാണ് വാർഡ് പിടിച്ചെടുത്തത്. എന്നാൽ 2 തവണ തുടർച്ചയായി വിജയിച്ച എൽത്തുരുത്ത് പെരുന്തോട് വാർഡുകൾ നഷ്ടപ്പെട്ടത് പാർട്ടിയെ ഞെട്ടിച്ചു. വാർഡ് വിഭജനത്തിലൂടെ ഘടന മാറിയ തിരുവഞ്ചിക്കുളം വാർഡും കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത നാരായണമംഗലവും BJPക്ക് ഇക്കുറി നഷ്ടമായി. വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെയാണ് BJP ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് ഫലം വ്യക്തമാക്കുന്നു. എങ്കിലും വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് പ്രതീക്ഷ നൽകുന്നുണ്ട്. അമിത പ്രതീക്ഷകളൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDFന് 3 സീറ്റ് ലഭിച്ചത് ആശ്വാസമായി. കഴിഞ്ഞ വർഷം മുസ്ലിം ലീഗിന്റെ എതിർപ്പ് മൂലം നഷ്ടപ്പെട്ട തൈവെപ്പ് വാർഡ് BJPയിൽ നിന്നും തിരിച്ചുപിടിച്ചു. ഒപ്പം കോട്ടയും ചേരമാൻ പറമ്പും നേടി. അതേസമയം കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടുകയും ചെയ്തു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇരിങ്ങാലക്കുട നഗരസഭാ ഭരണം 25 വർഷത്തിന് ശേഷവും UDF കൈകളിൽ സുഭദ്രം. 43 വാർഡുകളെ പുനഃക്രമീകരണം നടത്തിയ നഗരസഭയിൽ സ്വതന്ത്രരടക്കം 24 സീറ്റുകളാണ് UDF നേടിയത്. കോൺഗ്രസ് നേതാവ് MP ജാക്സന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ UDF മത്സര രംഗത്തിറങ്ങിയത്. 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. MP ജാക്സൺ തന്നെ ചെയർമാനാകുമെന്നാണ് സൂചന. LDF 13 സീറ്റുകളും NDA 6 സീറ്റുകളുമാണ് നേടിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ബാധിക്കില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു LDF നേതാക്കളെങ്കിലും വീഴ്ചയ്ക്ക് ഇതും കാരണമായതായി ഭൂരിഭാഗം പ്രവർത്തകരും കരുതുന്നു. പൊറത്തിശ്ശേരി മാപ്രാണ മേഖലയിൽ നേരത്തെ LDFന് സ്വന്തമായ സീറ്റുകൾ പലതും ഇത്തവണ UDF പിടിച്ചെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കരുത്ത് നൽകാൻ കഴിഞ്ഞ BJP 8 നിന്നും 6 സീറ്റുകളിൽ ഒതുങ്ങി. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ആദ്യ പരാതിക്കാരനായി ഉണ്ടായിരുന്ന MV സുരേഷ് ബാങ്ക് പരിധിയിൽ വരുന്ന വാർഡിൽ 3ാം സ്ഥാനത്തായി. LDF ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന RL ശ്രീലാൽ മാടായിക്കോണം വാർഡിൽ 20 വോട്ടിന് പരാജയപ്പെട്ടു. BJP മണ്ഡലം പ്രസിഡന്റും മുൻ കൗൺസിലറുമായിരുന്ന ആർച്ച അനീഷിനും വിജയം നേടാനായില്ല. TCV ഇരിങ്ങാലക്കുട. UDFന് ഭരണ തുടർച്ചയുണ്ടായ ചാലക്കുടി നഗരസഭയിൽ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ചകൾ ആരംഭിച്ചു. AB ജോർജ്, VA പൈലപ്പൻ, ഷിബു വാലപ്പൻ എന്നീ പ്രമുഖ നേതാക്കളാണ് തങ്ങളുടെ ഗ്രൂപ്പിൽപ്പെടുന്ന കൗൺസിലർമാരെ അമർത്തിയെത്തിക്കാൻ ശ്രമം നടത്തുന്നത്. AB ജോർജ് ഇക്കുറി മത്സരിച്ചില്ല. പൈലപ്പനാകട്ടെ തോൽക്കുകയും ചെയ്തു. എങ്കിലും ഇവരുടെ കൂടെ നിൽക്കുന്ന കൗൺസിലർമാരെ ഭരണതലത്തിലെത്തിക്കാനാണ് നീക്കം. ചെയർമാൻ ഷിബു വാലപ്പനും ഇപ്പോൾ മറ്റൊരു ഗ്രൂപ്പിന്റെ വക്താവാണ്. ഇക്കുറിയും സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കലായിരിക്കും ചാലക്കുടി നഗരസഭയിൽ നടക്കുക.
ഇതിൽ കാലാവധിയുടെ ഏറ്റക്കുറിച്ചിലും മുൻഗണനാ തർക്കവുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനകം 2 നേതാക്കൾ രഹസ്യയോഗങ്ങൾ നടത്തി. നിലവിലുള്ള അനുകൂലികൾക്ക് പുറമെ മറ്റ് കൗൺസിലർമാരെ കൂടി തങ്ങളുടെ വരുതിയിലെത്തിക്കാനാണ് ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ശ്രമം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രതിപക്ഷ നിര ശക്തമായത് UDFന് വെല്ലുവിളിയാണ്. TCV ചാലക്കുടി. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ കുടുംബം സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കേച്ചേരി സ്വദേശിയുമായ ഊക്കയിൽ വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് 3-അംഗ സംഘം അടിച്ചു തകർത്തത്. കേച്ചേരി റെനിൽ റോഡിൽ വെച്ചായിരുന്നു സംഭവം. മുബാറക്ക് കുടുംബമായി സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശത്തെയും ഇടതുവശത്തെയും ഗ്ലാസ് കല്ലുപയോഗിച്ച് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർക്കുകയായിരുന്നു. കാറിന്റെ മുൻവശത്തെ ബമ്പറിനും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാർ കുറുകെ നിർത്തിയത് ചോദ്യം ചെയ്ത യുവാവിന് നേരെ തോക്ക് ചൂണ്ടി വധഭീഷണി മുഴക്കിയ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാർ സ്വദേശി പട്ടത്ത് വീട്ടിൽ ആകാശ് ബാബുവിനെയാണ് അന്തിക്കാട് SHO കഴ്സൺ വി മർക്കോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി കാഞ്ഞാണി സിംല ബാറിന് മുൻവശത്ത് വെച്ചായിരുന്നു സംഭവം. കാറളത്ത് തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലെ സംഘർഷത്തിൽ CPM BJP പ്രവർത്തകരായ 2 പേർ അറസ്റ്റിൽ. CPM പ്രവർത്തകനായ കാറളം സ്വദേശി വിളയാട്ടിൽ ഷിബു, പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന BJP പ്രവർത്തകൻ അയ്യേരി വീട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. കാറളം സൗത്ത് എഴുത്തച്ഛൻ നഗർ സ്വദേശി പുതിയ മഠത്തിൽ ദീപേഷിനെ വിഷ്ണു ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഈ വൈരാഗ്യത്തിൽ ഷിബു വിഷ്ണുവിനെ കുത്തി പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം ഭക്തിസാന്ദ്രം. ശിവയിലെ എഴുന്നള്ളിപ്പിൽ 21 ആനകൾ അണിനിരന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ കൊമ്പൻ പഴയന്നൂർ ശ്രീരാമൻ ഭഗവാന്റെ തിടമ്പേറ്റി. വൈകിട്ട് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ മാരാർ പാഠകം അവതരിപ്പിച്ചു. തുടർന്ന് ദീപാരാധന, നാഗസ്വര കച്ചേരി, ഭരതനാട്യം, നൃത്താഞ്ജലി എന്നിവയും നടന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സ്വപ്ന സാക്ഷാത്കാരമായ TCV ടവറിന്റെ ഉദ്ഘാടനം നടന്നു. കേരള വിഷൻ മറ്റേതിനോടും കിടപിടിക്കാവുന്ന വിധം 1000 കോടി ടേൺ ഓവറുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞുവെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് പറഞ്ഞു. തൃശൂർ പൂത്തോൾ എക്സൈസ് അക്കാദമിക്ക് സമീപം 22,000 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായി അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കെ ഫോണുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നെറ്റ്വർക്ക് സംവിധാനത്തിലും സുത്യർഹമായ പ്രവർത്തനമാണ് കേരള വിഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാദേശികമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം എല്ലാവരിലേക്കും ഈ കണക്ടിവിറ്റി എത്തിക്കാനുള്ള സാമൂഹ്യമായ ദൗത്യം സർക്കാരുമായി ചേർന്ന് കേരള വിഷൻ നിർവഹിക്കുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. ദീർഘകാലത്ത് അടുപ്പം എനിക്ക് കേരള വിഷനുമായിട്ടുണ്ട്. അങ്ങനെ മാറിയ കേരള വിഷൻ ഇന്ന് 1000 കോടി ടേൺ ഓവറുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായി മാറി. കെ ഫോണുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നെറ്റ്വർക്ക് സംവിധാനത്തിലും സുദീർഘമായിട്ടുള്ള പ്രവർത്തനമാണ് കേരള വിഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാദേശികമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ദൃശ്യ ആവിഷ്കാരത്തോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഈ കണക്ടിവിറ്റി എത്തിക്കാനുള്ള സാമൂഹ്യമായ ദൗത്യവും സർക്കാരുമായി ചേർന്ന് കേരള വിഷൻ ഏറ്റെടുത്തിരിക്കുമെന്നുള്ളത്
ഏറെ അഭിനന്ദനാർഹമാണ്. തൃശൂർ കേരള വിഷൻ ലിമിറ്റഡിന്റെ ഓഫീസ് ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. പ്രാദേശിക സംസ്കാരത്തിന്റെ ഗന്ധമുള്ള പരിപാടികളും വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കാണ് പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരുടേതെന്ന് TV വിനോദ് കുമാർ മെമ്മോറിയൽ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മാധ്യമരംഗത്ത് വലിയ കേന്ദ്രീകരണ പ്രവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പ്രാദേശിക കേബിൾ TV സംവിധാനം ഒരു ജനപക്ഷ ബദലായിട്ടാണ് നിലയുറപ്പിച്ചിട്ടുള്ളതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ആസ്ഥാന മന്ദിരത്തിലെ വിവിധ സെക്ഷനുകളുടെ ഉദ്ഘാടനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, KCCL ചെയർമാൻ K ഗോവിന്ദൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് എന്നിവർ ചേർന്ന് നാടമുറിച്ച് നിർവഹിച്ചു. തുടർന്ന് മെർലിൻ ഇന്റർനാഷണലിൽ നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സ്വാഗത സംഘം ജനറൽ കൺവീനറുമായ PB സുരേഷ്, സ്വാഗത സംഘം ചെയർമാനും COA ജില്ലാ പ്രസിഡന്റുമായ TD സുഭാഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, ന്യൂസ് മലയാളം മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ്, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, TCV ലിമിറ്റഡ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവർ പങ്കെടുത്തു. TCV ടവറിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. TCV തൃശൂർ. സാംസ്കാരിക നഗരിക്ക് ആഘോഷ രാവ് സമ്മാനിച്ച് TCV ടവറിന്റെ ഉദ്ഘാടന കലാസന്ധ്യ. ടെലിവിഷൻ താരങ്ങളുടെ മിന്നും പ്രകടനങ്ങൾ തൃശൂരിനെ കലാവിരുന്നൂട്ടി. മേളവും കാവടിയും കഥകളിയുമെല്ലാമായി സാംസ്കാരിക നഗരിയുടെ പ്രൗഢിയും തലയെടുപ്പും തനിമയും വിളിച്ചോതുന്ന കലാപ്രകടന മികവ് കലാസന്ധ്യയ്ക്ക് മിഴിവേകി. ഏഷ്യാനെറ്റിന്റെ ജനപ്രിയ പരമ്പരകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച പ്രിയതാരങ്ങൾ കലാപ്രകടനങ്ങളുമായി വേദി നിറഞ്ഞതോടെ ആഘോഷാവേശം വാനോളമുയർന്നു. നടന മികവുമായി തൃശൂരിന് അഭിമാനമായ ശിവജി ഗുരുവായൂർ, യുവതാരം കൗശിക് ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തവും കലാരാവിന് കൂടുതൽ ചാരുതയേകി. ഞങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റുഡിയോയിൽ നമ്മൾ പറയുന്ന ശബ്ദങ്ങൾ വളരെ മികവോടെ മിഴിവോടെ നമ്മളെ കുടുംബങ്ങളിൽ എത്തിക്കുന്ന കേരള വിഷൻ. ഇപ്പോൾ ലക്ഷക്കണക്കിന് കേരള വിഷൻ്റെ കേബിൾ കണക്ട് ചെയ്തിട്ടുള്ളവരുണ്ട്. അതിലൊരാൾ തന്നെയാണ് ഞാനും. എൻ്റെ വീട്ടിലും കേരള വിഷൻ തന്നെയാണ്. സ്റ്റാർ സിംഗർ താരങ്ങളുടെ ആലാപന മാധുര്യം കലാനഗരിയെ സംഗീത സാന്ദ്രമാക്കി. ബിഗ് ബോസ് താരങ്ങളുടെ അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളും കലാവിരുന്നിന് മാറ്റുകൂട്ടി. കഴിഞ്ഞ സീസണിലെ റണ്ണറപ്പ് കൂടിയായ തൃശൂർ കോടന്നൂർ സ്വദേശി അനീഷും ഷാനവാസും ചേർന്നുള്ള അവതരണം ശ്രദ്ധേയമായി. നാടൻ പാട്ടുകളുമായി എത്തി പൂരനഗരിയെ പ്രകമ്പനം കൊള്ളിച്ച കലാഭവൻ സരികയുടെ പ്രകടനം ആസ്വാദകർ ഏറ്റെടുത്തു. ജിയോ സ്റ്റാറുമായി സഹകരിച്ച് നടന്ന കലാവിരുന്നിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL MD PP സുരേഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ അബൂബക്കർ സിദ്ദിഖ്, KV രാജൻ എന്നിവരെ ജിയോ സ്റ്റാർ ഡയറക്ടർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സുനോജ് കുമാർ ആദരിച്ചു. ആരും കേൾക്കാതുള്ളിൽ മാടപ്രാവോ കുഞ്ചി
ജില്ലയിലെ 600ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന നിറഞ്ഞു കവിഞ്ഞ സദസ്സ് കലാവിരുന്നിന് സാക്ഷ്യം വഹിച്ചു. TCV തൃശൂർ. വടക്കാഞ്ചേരി മച്ചാട് രൂപക്കൊടിന്റെ ചില്ല് തകർത്തു. സെന്റ് ആന്റണീസ് പള്ളിയുടെ ഗേറ്റിൽ സ്ഥാപിച്ചിരുന്ന രൂപക്കൊടിന്റെ ചില്ലാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ സാമൂഹ്യവിരുദ്ധർ എറിഞ്ഞു തകർത്തത്. അക്രമികളെ കണ്ടെത്തി നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ഇടവക അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ കിഴക്കേനടയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും വാങ്ങിയ മസാല ദോശയിൽ ചത്ത പഴുതാരെ കണ്ടെത്തിയ സംഭവത്തിൽ 5000 രൂപ പിഴ അടപ്പിച്ചതായി നഗരസഭാ സെക്രട്ടറി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീതയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി 7 ദിവസത്തിനകം നടപടിയെടുക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. സുഹൃത്തിന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ചലച്ചിത്ര നടൻ മോഹൻലാൽ ഗുരുവായൂരിലെത്തി. മോഹൻലാൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ തിരുനോട്ടം സിനിമയുടെ സംവിധായകൻ വി അശോകിന്റെ മകൾ ഗായത്രിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് സൂപ്പർ താരം ഗുരുവായൂരിലെത്തിയത്. പത്നി സുചിത്രയ്ക്കൊപ്പമെത്തിയ മോഹൻലാൽ സ്വകാര്യ ലോഡ്ജിലാണ് തങ്ങിയത്. തുടർന്ന് വിവാഹവേദിയിലെത്തി വധുവിൽ നിന്ന് ദക്ഷിണ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ താലികെട്ട് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആരാധകരുടെ തിരക്ക് മൂലം തീരുമാനം മാറ്റി. താലികെട്ട് കഴിഞ്ഞ് വരുന്നതുവരെ മോഹൻലാൽ മുറിയിൽ വിശ്രമിച്ചു. താലികെട്ട് കഴിഞ്ഞെത്തിയ വധൂവരന്മാരെ ആശീർവദിച്ച് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്താണ് മോഹൻലാൽ മടങ്ങിയത്. ചേർപ്പിൽ തെരുവുനായയുടെ കടിയേറ്റയാൾ മരിച്ചു. കടലാശ്ശേരി പാറക്കുളം സ്വദേശി 60 വയസ്സുള്ള കല്ലട സത്യനാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 5-നാണ് കടലാശ്ശേരിയിൽ വെച്ച് സത്യനും മറ്റ് 2 പേർക്കും തെരുവുനായയുടെ കടിയേറ്റത്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സത്യൻ ചികിത്സ കഴിഞ്ഞ് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലെത്തിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നാട്ടുകാർ പിടികൂടിയ നായ മണിക്കൂറുകൾക്ക് ശേഷം ചാവുകയും വെറ്റിനറി ഡോക്ടർ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ സത്യന്റെ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത മാള പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDFൽ ചർച്ചകൾ തുടങ്ങി. CPMലെ PK രാധാകൃഷ്ണനെ പരിഗണിക്കുമെന്നാണ് സൂചന. 2015-2020 കാലഘട്ടത്തിൽ പഞ്ചായത്ത് അംഗമായിട്ടുള്ള PK രാധാകൃഷ്ണൻ വലിയപറമ്പ് വാർഡിൽ നിന്നാണ് വിജയിച്ചത്. ആദ്യ ടേമിൽ CPIക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതും ആലോചനയിലുണ്ട്. അങ്ങനെയെങ്കിൽ MK ബാബുവിനെ പരിഗണിച്ചേക്കും. LDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച കവിതാ സുഭാഷിന് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം നൽകാനാണ് സാധ്യത. ആകെയുള്ള 21 അംഗങ്ങളിൽ LDFന് സ്വതന്ത്രർ ഉൾപ്പെടെ 9 പേരുടെ പിന്തുണയാണുള്ളത്. ഭൂരിപക്ഷത്തിന് 2 പേരുടെ കുറവ്. UDFന് 8 അംഗങ്ങളുണ്ട്. മാളയുടെ ചരിത്രത്തിൽ ആദ്യമായി 4 അംഗങ്ങളുമായി NDA നിർണായകമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കാതെ NDA വിട്ടുനിന്നാൽ ഭൂരിപക്ഷമെന്ന നിലയിൽ LDFനാണ് സാധ്യതയുള്ളത്. TCV മാള. ചാവക്കാട് ഒരുമനിയൂർ പഞ്ചായത്തിൽ വൻ മുന്നേറ്റം നടത്തി UDF ഭരണം തിരിച്ചുപിടിച്ചു. 14 സീറ്റിൽ 11 സീറ്റ് നേടിയാണ് ഭരണം തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ തവണ 8 സീറ്റ് നേടിയാണ് LDF ഭരണം UDFൽ നിന്ന് പിടിച്ചത്. ഇത്തവണ 2 സീറ്റ് മാത്രമേ LDFന് നേടാനായുള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ ജനദ്രോഹ പ്രവർത്തനമാണ് LDFന്റെ പരാജയത്തിന് കാരണമായതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KJ ചാക്കോ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കരസ്ഥമാക്കിയ വെങ്കിടങ്ങിലെ UDF സ്ഥാനാർത്ഥികൾക്ക് മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്വീകരണ പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ASM അസ്ഗർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM മുഹസിൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ്, മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ASM അൽത്താഫ് തങ്ങൾ, സമീർ തങ്ങൾ, ഷറഫുദ്ദീൻ മാട്ടുമൽ എന്നിവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഒരു കാലത്ത് ഈ മേഖലയെ ആകെ അടക്കി ഭരിച്ച മാഫിയ ദൈവമേ, കണ്ട കള്ളക്കടത്തുകാരനെയൊക്കെ വെട്ടുകൊണ്ടിയാവേണ്ട ഗതിയായി പോയല്ലോ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ.
അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഇടതുപക്ഷ ഭരണം നിലനിർത്തിയ എളവള്ളി പഞ്ചായത്തിൽ LDF ആഹ്ലാദ പ്രകടനം നടത്തി. പൂവത്തൂരിൽ നിന്നും ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. പൂവത്തൂരിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി കിഴക്കേ തലയിൽ സമാപിച്ചു. പാർട്ടിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തിലും പ്രകടനത്തിനിടെയുണ്ടായ അധിക്ഷേപത്തിലും പ്രതിഷേധിച്ച് CPI പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിൽ നിന്നും വിട്ടുനിന്നു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തൂത്തുവാരി UDF 14-ൽ 12 സീറ്റിൽ വിജയിച്ചാണ് ഭരണം നിലനിർത്തിയത്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഭൂരിപക്ഷത്തിലായിരുന്നു UDF ഭരണം. ഇത്തവണ 2 വാർഡിൽ മാത്രമാണ് LDFന് വിജയം. അണ്ടത്തോട് ഡിവിഷൻ ലതിക തുളസീദാസ്, തൃപ്പറ്റ് ഡിവിഷൻ V അപ്പുമാഷ് എന്നിവരാണ് വിജയിച്ചത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം പ്രസിഡന്റുമായ KJ ചാക്കോ തങ്ങൾപ്പടി ഡിവിഷനിൽ വിജയിച്ചു. നിലവിലെ മെമ്പറും മഹിളാ അസോസിയേഷൻ നേതാവുമായ ഷൈനി ഷാജിയെയാണ് പരാജയപ്പെടുത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു എടക്കര ഡിവിഷനിൽ നിന്ന് വിജയിച്ചു. മന്ദലാംകുന്ന് ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. ഇവിടെ UDFിലെ സുബൈദ പാലക്കൽ 2492 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. TCV ന്യൂസ്, ചാവക്കാട്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ തോറ്റ UDF സ്ഥാനാർത്ഥി LDF വിജയാഘോഷ പ്രകടനത്തിൽ പങ്കെടുത്തു. UDFിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച NA ഹനീഫിയാണ് ഇടതുമുന്നണിയുടെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത്. 1-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MB സെയ്ദു മുഹമ്മദാണ് 330 വോട്ട് നേടി വിജയിച്ചത്. LDF സ്ഥാനാർത്ഥി PB ഉസ്മാൻ 171 വോട്ടും UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച NA ഹനീഫയ്ക്ക് 149 വോട്ടുമാണ് ലഭിച്ചത്. അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 8-9 വാർഡുകളിൽ നിന്നും വിജയിച്ച വ്യാപാരികളായ CL ജോബിയെയും ബിജു അണ്ടഴത്തിനെയും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റ് ആദരിച്ചു. പുത്തൻപീടിക വ്യാപാര ഭവന് മുൻപിൽ നടന്ന ചടങ്ങ് പുത്തൻപീടിക യൂണിറ്റ് പ്രസിഡന്റ് അജയൻ മേനോത്ത് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ ജോസ് അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിജോ ജോർജ്, ജോയി അരിമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച കക്കാട് ഗോവിന്ദൻകുട്ടിയുടെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസിലെ പ്രമുഖ നേതാവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ഗോവിന്ദൻകുട്ടി പാർട്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിച്ചത്. ജനകീയ വേദിയുടെ സ്ഥാനാർത്ഥിയായ ഗോവിന്ദൻകുട്ടി 290 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ജനകീയ വേദി പ്രവർത്തകരായ നസീമ ഷംസുദ്ദീൻ, PS ബാലകൃഷ്ണൻ, മുരളി, ജോസ് തറയിൽ, AV ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യളനാട്ടിലെ കേബിൾ TV ഓപ്പറേറ്റർ KS രാജീവ് വീണ്ടും ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. 24 വർഷത്തിലധികമായി കേബിൾ TV സർവീസ് നൽകിവരുന്ന രാജീവ് കേരള വിഷൻ ഓപ്പറേറ്റർ കൂടിയാണ്. പഴയന്നൂർ പഞ്ചായത്തിലെ വെന്നൂർ വാർഡിൽ നിന്നും 2006-ലാണ് UDF ടിക്കറ്റിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 73 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. രാഷ്ട്രീയത്തിനതീതമായി നാടിന്റെ വികസനത്തിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് രാജീവ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ടാണ് വീണ്ടും പഞ്ചായത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത്. അതിനെ മതേതര വിശ്വാസികളും രാഷ്ട്രീയത്തിനതീതമായുള്ള എല്ലാ ജനവിഭാഗങ്ങളും പാർട്ടിയും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മൾ വിജയിച്ചത്. അതിനെ എല്ലാവരോടും നന്ദി പറയുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ LDF തുടർ ഭരണത്തിലെത്തിയതിൽ LDF വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വാദ്യമേളങ്ങളോടെ എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ നിന്നാരംഭിച്ച് കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മങ്ങാട് ഡിവിഷനിൽ നിന്ന് വിജയിച്ച സ്വപ്ന പ്രദീപ്, പഞ്ചായത്തിലേക്ക് വിജയിച്ച VV വിഗെ, KV ഷൈബു, രാജി സോമൻ, ഷീജ അനന്തൻ എന്നിവർ പങ്കെടുത്തു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ അംഗങ്ങളുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ അരിമ്പൂരിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് CA വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KP അനീഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഷോളി ഡേവിഡ്സ്, ശ്രീജിത്ത് ഫ്രാൻസിസ്, ബാബു, ജെയിംസ് ഡേവിസ് കൊളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു.
പറപ്പൂർ മുള്ളൂർ വഴിക്ക് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. മുല്ലശ്ശേരി സ്വദേശി തെക്കേത്തറ വീട്ടിൽ പ്രഭാകരൻ മകൻ പ്രണവിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ പ്രണവിനെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി വാണിജ്യം. ലോകത്തിലെ മുൻനിര ഇന്നർവെയർ ബ്രാൻഡായ ജോക്കിയുടെ 6ാമത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്രീ സ്റ്റൈൽ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇക്കണ്ടവാരി റോഡിൽ പൗരസമിതി ജംഗ്ഷനിൽ പ്രവർത്തനമാരംഭിച്ച ഷോറൂമിന്റെ ആശീർവാദ കർമ്മം തൃശൂർ വ്യാകുലമാതാവിൻ ബസലിക്ക അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ നിർവഹിച്ചു. ജോക്കി എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്രീ സ്റ്റൈൽ ഉടമ പ്രിൻസൺ ഫ്രാൻസിസിന്റെ പിതാവ് ഫ്രാൻസിസ് കാഞ്ഞിരപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് മാനേജിംഗ് കമ്മിറ്റി അംഗം AG സജീഷ് ആദ്യ വിൽപ്പന നടത്തി. ഉടമ പ്രിൻസൺ ഫ്രാൻസിസ്, കമ്പനി പ്രതിനിധി ജിൻഡോ തോമസ്, ജോക്കി എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്രീ സ്റ്റൈൽ ഗ്രൂപ്പ് മാനേജർ സിജോ കുന്നപ്പള്ളി, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജോക്കി എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്രീ സ്റ്റൈലിന്റെ ജില്ലയിലെ മറ്റു ഷോറൂമുകൾ ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ജോക്കി ബ്രാൻഡിന്റെ അണ്ടർവെയർ, സ്ലീപ്പ് വെയർ, സ്പോർട്സ് വെയർ തുടങ്ങി എല്ലാത്തരം ലേഡീസ്, ജെൻസ് ആൻഡ് കിഡ്സ് വെയറുകളും ഷോറൂമിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9847134765. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,350 രൂപ, പവന് 98,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം LDFന് ആത്മവിശ്വാസം കൂട്ടി. ഇരിങ്ങാലക്കുട നഗരസഭാ ഭരണം 25 വർഷത്തിനു ശേഷവും UDF കൈകളിൽ സുഭദ്രം. ചാലക്കുടി നഗരസഭയിൽ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ചകൾ സജീവം. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ കുടുംബം സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു. കാഞ്ഞാണിയിൽ കാർ കുറുകെ നിർത്തിയത് ചോദ്യം ചെയ്ത യുവാവിനെതിരെ തോക്ക് ചൂണ്ടി വധഭീഷണി മുഴക്കിയ പ്രതി അറസ്റ്റിൽ. കാറളത്ത് തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. തൃപ്രയാർ ഏകാദശി ഭക്തി സാന്ദ്രം. കാഴ്ചശീവേലിയിൽ 21 ഗജവീരന്മാർ അണിനിരന്നു. സ്വപ്നം സാക്ഷാത്കരിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായി കേരള വിഷൻ മാറിയെന്ന് മന്ത്രി രാജീവ്. ഇതോടെ വാർത്താ വെളിച്ചം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.